ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സമൃദ്ധയ്ക്ക് സുഖമാണല്ലേ? കൊള്ളാം. രണ്ടുപേരും കൂടി ഞങ്ങൾ വരുന്നേക്കാട്ടും തുടങ്ങിയോ? ഇല്ല, നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കൊള്ളാലോ. ഇത് നിന്റെ അമ്മ ഉണ്ടാക്കിയതാണോ? അതിനെന്റെ അമ്മ കിച്ചണിൽ കേറിയിട്ട് വേണ്ടേ? ഇത് സർവൻസ് ഉണ്ടാക്കുന്നതാ. നീ കഴിക്കുന്നില്ലേ? കഴിക്കേ. നന്നായിട്ടുണ്ട്. നീ എന്നാ എഴുതി കൂട്ടുന്നേ? ഇതൊക്കെ സ്റ്റഡി ടൈം ചെയ്താ പോരെ? ഇന്നാ എനിക്ക് നോട്ട്സ് ഒന്നും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ വലിയ ടെൻഷനാ. ഓ പിന്നെ, നീ മാത്രം ഇപ്പൊ അങ്ങനെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യണ്ട. നീ മടക്കി വെക്ക്. അവൾ എഴുതിക്കോട്ടെ എന്തു. അതിന് നിനക്കെന്താ എത്ര അസൂയ? അസൂയല്ല, നോട്ട്സ് എഴുതാത്തതിന് ടീച്ചർ തല്ലുമ്പോ ഇവള് മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് സൂയിക്കണ്ട. അതെ അതെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ സ്റ്റഡിയിൽ മാത്രമല്ല, തല്ലുകൊള്ളുന്നതിലും വേണം. അതെ, ഈ സ്കൂളിൽ സ്ലീപ്പ് ഓവർ പ്രോഗ്രാം ഇല്ലേ? അറിയില്ല, ഞാൻ ന്യൂ സ്റ്റുഡന്റ് അല്ലേ. ഉണ്ടല്ലോ. എന്താ? അങ്ങനെയാണെങ്കിലേ ഇത്തവണ സ്ലീപ്പ് ഓവർ പ്രോഗ്രാമിന് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ 4 പേര് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്നെ വീട്ടിൽ താമസിക്കാം. നിന്റെ വീടിന്റെ അടുത്ത് പുഴയുണ്ടോ? എനിക്ക് പുഴ കാണാൻ വലിയ ഇഷ്ടാ. പിന്നെ പുഴ പോയിട്ടൊരു തോട് പോലും ഇല്ല. സ്ലീപ്പ് ഓവർ പ്രോഗ്രാമിന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ മുത്തശ്ശിയെ കൊണ്ട് നമുക്ക് നല്ല പലഹാരം ഉണ്ടാക്കിപ്പിക്കണം. ചില ദിവസം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോ ചായയുടെ കൂടെ മുത്തശ്ശി ചില പലഹാരങ്ങൾ ഉണ്ടാക്കും. ഹോ, എന്താ അതിന്റെ ഒരു ടേസ്റ്റ്! കൊതിപ്പിക്കാതെടി. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്ലീപ്പർ പരിപാടിക്ക് നമുക്ക് ഇവരെ വീട്ടിൽ തന്നെ പോവാം. ഫൈനൽ ചിപ്പിയുടെ വീട്ടിലും. എന്തു പറയുന്നു? ഓക്കേ, ഡൺ. ഇത് വല്ലാത്ത സർപ്രൈസ് ആണല്ലോ. വരൂന്ന് പറഞ്ഞെങ്കിലും വരൂന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ശരി, അപ്പൊ രണ്ടുപേരും കൂടി സംസാരിച്ച് തീരുമാനിച്ചുള്ള വരവാ. എന്താ ഇവിടെ തന്നെ നിന്നത്? കേറി വാ. രാജീവേട്ടന് കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി എടുക്കട്ടെ? ഒന്നും വേണ്ട. എന്താ മോനെ വിശേഷിച്ച്? കേസിന്റെ എന്തെങ്കിലും കാരണം കാണും അല്ലേ രാജീവേട്ടാ? ഗോകുലും സമൃദ്ധ എവിടെ? അവര് ഹോസ്പിറ്റൽ വരെ പോയതാ. ഇപ്പൊ വരും. അമ്മ സംസാരിച്ചൊന്ന് സമയം കളയാതെ രാജീവേട്ടന് നല്ലൊരു കോഫി എടുത്തേ. ചെല്ലമ്മേ, വാ ഇരിക്കെ. എന്തൊക്കെയുണ്ട് രാജീവേട്ട വിശേഷങ്ങള്? ആ മോനെ, നിങ്ങൾ എവിടെയാ? ആ CI രാജീവ് വന്നിട്ടുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്നു. എന്തിനാണെന്ന് വല്ലതും പറഞ്ഞോ? കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പക്ഷേ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള വരവാണെന്ന് എനിക്ക് തോന്നുന്നു. നീ ഒന്ന് വേഗം വന്നേ.
ഞങ്ങൾ ഇപ്പൊ എത്തും. അമ്മ ധൈര്യമായിട്ടിരിക്കെ. എന്താ എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ഈ രാജീവേട്ടൻ്റെ ഒരു കാര്യം. തന്റെ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നേ? എനിക്കത് വിഷമാവും. അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇനി എന്താ തന്റെ പ്ലാൻ? സെക്കൻഡ് മാരേജിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇനിയൊരു വിവാഹം എനിക്ക് വേണ്ട. ഒരു തീരുമാനം തെറ്റായി പോയതിന്റെ ദുഃഖം ഇപ്പോഴും മാറിയിട്ടില്ല. ആ, കുറച്ചുനാള് ഞാൻ ഇവിടെ കാണും. അതാണിപ്പോ എന്റെ സന്തോഷം. മോനെ, എന്നതാ ദാ. ആ, ഞാൻ രാജീവേട്ടനോടെ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. എന്ത് കാര്യം? അത് ഞാൻ പിന്നെ പറയാം. ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലേ? ആ അതെ. സമൃദ്ധിക്ക് ചെറിയൊരു തലവേദന. സമൃദ്ധിക്ക് സുഖമാണല്ലേ? ഡോ, രാജീവ് തന്നോടാ ചോദിച്ചത്. ചെറിയൊരു തലവേദനയുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ.